ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? നമുക്കും സുഖമായിരിക്കണം. അപ്പം ഇന്ന് രാവിലെ നമുക്ക് ദോശയും കടലക്കറി ആയിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് കുട്ടിക്ക് ചായയൊക്കെ കൊടുത്ത് പിന്നെ ഉള്ള കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോള്. അപ്പം നിന്ന് ഡാൻസ് കളിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയാണ് പിന്നെ വീഡിയോ എടുക്ക്, ഞാൻ പാട്ട് പാടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇവിടെ ഇങ്ങനെ സിറ്റൗട്ടിൽ വന്നിരുന്നതാട്ടോ. പിന്നെ ഞാൻ മീൻ എന്താ ശരിയാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ പൊടി തരിച്ചിട്ട് ചെല്ലട വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുത്തിട്ടാണ് കേട്ടോ ആ കളിക്കണത്. പിന്നെ ഇതാ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് അങ്ങനെ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മീൻ അയിലക്കണ്ണേനാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ മേടിച്ചപ്പോൾ തന്നെ വാലുമത്തെയൊക്കെ ചെത്തിയിട്ടൊക്കെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ മേടിച്ചത്. കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ അവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെല്ലടൻ്റെ തട്ടൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കളിച്ചപ്പോൾ ഞാനത് വാങ്ങി കൊണ്ടുപോയി വെച്ചു. പിന്നെ അലക്കാനുള്ളത് മിഷ്യത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ മീനൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് അലക്കാനുള്ളതൊക്കെ ഇട്ടിട്ട് അകത്തേക്ക് കയറിയിട്ടോ. പിന്നെ കുറച്ച് മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കറി വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് നല്ല മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ. ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ പയറുണ്ടായിരുന്നു ഉപ്പേരിക്ക്. അപ്പോൾ അതും കൂടെ പയറുപ്പേരി വെക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ ചോറ് വെന്തിട്ട് അടുപ്പം തന്നെ കറി വെക്കാൻ വിചാരിച്ചിട്ട് ഞാൻ പയർ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ പയർ വെക്കാനുള്ള ഉള്ളിയാണ്. പിന്നെ ഞാൻ അങ്ങനെ പയറുപ്പേരിയൊക്കെ വെച്ചു. കറി ചോറ് വാങ്ങിയിട്ട് കറി അടുപ്പത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ തേങ്ങയൊക്കെ പൊളിച്ച് ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതാ തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കണം. തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകം കൂടെ അരച്ചതാണ് കേട്ടോ. പിന്നെ ചോറും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചാറ് ഒന്ന് വറവിട്ടെടുക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ചാറും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഉച്ചക്ക് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കുളി നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കടന്ന് പിന്നെ ഞങ്ങളൊരു 5 മണിയൊക്കെ ടൈമിനാണ് കേട്ടോ ചെടി നനക്കാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഈ അമരയുടെ വിത്ത് വാങ്ങിയിട്ട് വെറുതെ ചെടിച്ചട്ടിയിൽ ഒന്നിങ്ങനെ ഇട്ട് നോക്കിയതായിരുന്നു കേട്ടോ. ചീനമുളക് തൈയാണ്. പിന്നെ അതിന്മേൽ കുറേ അമരൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതായി സീനികപ്പൂവൊക്കെ ഞാനിങ്ങനെ തൈ ഇങ്ങനെ പാവിയിട്ട് ഉണ്ടാക്കിയതാണ്. ഈ മൂച്ചി തൈ ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ. അന്ന് ഉമ്മമ്മ കുഴിച്ചിട്ട മൂച്ചി തൈയാണ്. പിന്നെ കടലാസ് പൂവിൻ്റെ ഇതും ഞാനിവിടെ കുത്തിയിട്ടതായിരുന്നു കേട്ടോ. പക്ഷേ നല്ലതുപോലെ ഇപ്പോൾ പൂവ് ഇരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു ചക്കപ്പഴം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ നല്ല സൂം ചെയ്തിട്ട് കാണിച്ചു തന്നെ. ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ സീസൺ അല്ലല്ലോ, അതൊന്നും ഉണ്ടായി കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വിശേഷങ്ങളുള്ളൂ കേട്ടോ. പിന്നെ ചെടിയൊക്കെ നനച്ച് പിന്നെ ഞങ്ങളങ്ങനെ മൂത്താപ്പാക്ക് ഉപ്പാൻ്റെ ജ്യേഷ്ഠനക്ക് വെയ്യ പറഞ്ഞപ്പോൾ അവർ വീട്ടിലേക്കൊന്ന് പോയിട്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ, ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.